പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു അതൊക്കെ സാധിച്ചു കൊടുക്കണോണ്ടാവേ. അതെ, അപ്പം നമ്മളിന്ന് ആഗ്രഹം സാധിക്കാനായിട്ട് നേരെ വെച്ച് പിടിക്കുന്ന ലുലു മാളിലേക്കാണ്. സോ അപ്പം ബർത്ത്ഡേ ബോയ് പറയുമ്പോഴത്തേനും നമ്മൾ ഉപേക്ഷ വിചാരിക്കരുതല്ലോ. അതെ, ഈ പോണുന്ന ജിതിനോമനെ കൊണ്ട് തന്നെയാണ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ നേരെ ലുലുവിലേക്കാണ് വിട്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പുസ്തകമേള നടക്കുന്നുണ്ട്. അപ്പോൾ പുസ്തകം എൻ്റെ വീക്ക്നെസ് ആയത് കാരണം ആദ്യം ഞാൻ കയറി കുറച്ച് പുസ്തകമൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഉച്ച സമയമായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ സൽക്കാരയിലേക്ക് പോയി. അവിടുന്ന് ബിരിയാണി കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ലുലുവിൽ പോകുന്നവരെ എന്തായാലും അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേയുടെ കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് കുറച്ച് കൊളായത് കാരണം ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു സർപ്രൈസ് ആയിട്ടൊന്നും കൊടുക്കണ്ട, കാരണം ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെറുതെ എൻ്റെ കാശ് പോകുമല്ലോ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ആളെ കൊണ്ട് നേരെ പോയത് നമ്മുടെ ലുലു മാളിലേക്കാണ്. അതാകുമ്പോഴത്തേനും നമുക്ക് തരതരം ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചെടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് അവിടെ അത്യാവശ്യം ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നേരെ ഞാൻ ജിതിനെ കൊണ്ട് അങ്ങോട്ട് പോയി. ജിതി ആദ്യം പോയത് ഫുഡ് വെയർ സെക്ഷനിലേക്കാണ്. അപ്പോൾ ആൾ കുറച്ച് നാളായിട്ട് എന്നോട് പറയണ ഒരു സ്പോർട്സ് ഷൂ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കുറേ നേരം തപ്പിത്തിണഞ്ഞ് അവസാനം സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷൂ എടുത്തു. അത് ബില്ല് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ചിലവ് മുഴുവൻ എൻ്റെ വകയാണ്, കാരണം ബർത്ത്ഡേ ബോയിനെ കൊണ്ട് ചിലവഴിക്കുന്നത് ശരിയല്ലല്ലോ. സോ നമ്മൾ കേക്കും വാങ്ങിച്ച് വീട്ടിൽ വന്ന് കേക്കും മുറിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.